ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കല്യാണ വീടുകളിലെ തലേദിവസത്തെ സ്പെഷ്യൽ ഐറ്റമായ എല്ലും കപ്പയുമാണ്. എല്ലും കപ്പയും എല്ലാവർക്കും ഇഷ്ടമല്ലേ? കല്യാണ സദ്യ കഴിക്കുന്നതിലും പലർക്കും താല്പര്യം ആ എല്ലും കപ്പയും പോയി കഴിക്കാനാണ്. എന്നാൽ ഒട്ടും സമയം കളയാതെ റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ എല്ലോട് കൂടിയ മീറ്റ്, 2 ഉള്ളി, 2 പച്ചമുളക്, 12 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചിയുമാണ്. ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, അതോടൊപ്പം അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായി വഴന്നു കഴിയുമ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം 1 തക്കാളി ഇട്ട് വഴറ്റിയെടുക്കാം. തക്കാളി വഴന്നു കഴിയുമ്പോൾ അല്പം മല്ലിയില, കറിവേപ്പില, മീറ്റ്, അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി ഒരു കുക്കറിലേക്ക് മാറ്റിയ ശേഷം 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് ഉപ്പ് നോക്കിയിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. മീറ്റ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് കപ്പയ്ക്കുള്ള മസാല റെഡിയാക്കാം. ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം 4 അല്ലി വെളുത്തുള്ളിയും 4 ചെറിയ ഉള്ളിയും കൂടി ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കാം. ഇതിന്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇട്ട് ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റിയെടുക്കാം. ഇവിടെ തേങ്ങ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ചതിന് ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം. നമ്മുടെ മസാലപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇന്ന് എല്ലും കപ്പയും ഉണ്ടാക്കാനായിട്ട് 2 കിലോ പച്ചക്കപ്പ ചെറുതായി അരിഞ്ഞ് വാഷ് ചെയ്ത് എടുത്തതിന് ശേഷം കപ്പയുടെ അല്പം മുകളിൽ വെള്ളം നിൽക്കുന്ന പാകത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി കപ്പയിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കപ്പ തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ വറുത്തു വെച്ച തേങ്ങ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. മിക്സിയുടെ ഒരു ജാറിലിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് വിപ്പ് ചെയ്ത് പൊടിച്ചെടുക്കാം. ഇവിടെ കപ്പ നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി വെന്തോന്ന് അറിയാനായിട്ട് 1 പീസ് കപ്പ എടുത്ത് ഞെക്കി നോക്കിയപ്പോൾ വളരെ സോഫ്റ്റ് ആണ്. ഇനി കപ്പയുടെ വെള്ളം ഊറ്റിയെടുക്കാം. കുക്കറിൽ വേവിച്ച മീറ്റ് 5 വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്ത് വച്ചായിരുന്നു. ഇപ്പോൾ കുക്കറിന്റെ സ്റ്റീം ഒക്കെ പോയി വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പൊടിച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഡ്രെയിൻ ചെയ്തെടുത്ത കപ്പ മീറ്റിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു മീഡിയം തീയിൽ വെച്ച് 2-3 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. ഇപ്പോൾ കപ്പയുടെ മുകളിൽ നന്നായി ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കപ്പ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട്. കഴിക്കാൻ റെഡിയായി. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. വാഴയില ഉണ്ടായിരുന്നെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു. വാഴയില ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പ്ലേറ്റിൽ കഴിക്കാം. നമ്മുടെയൊക്കെ വായിൽ കൊതിയൂറും എല്ലും കപ്പയും ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇത് ഒരു സ്പെഷ്യൽ സംഭവം തന്നെയാണ്. ഇത് കാണുമ്പോൾ കല്യാണ വീട്ടിലെ തലേദിവസത്തെ ഓർമ്മ വരുന്നില്ലേ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാമോ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാമോ? താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.